The Real FM 103.6. ശ്രദ്ധ. ഇന്ന് വായനാ ദിനം. കേരളത്തിൽ വായനാ വിപ്ലവം തീർത്ത ഗ്രന്ഥശാലാ സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ഓർമ്മ ദിവസമായ ജൂൺ 19 വായനാ ദിനമായി നാം ആചരിച്ചു തുടങ്ങിയത് 1996 മുതൽക്കാണ്. മനുഷ്യനെ കടലാസ കഷ്ണങ്ങളിൽ കുറിച്ചിട്ട അക്ഷരങ്ങളിലൂടെ കൈപിടിച്ച് നടത്തി അറിവിന്റെയും ബോധത്തിന്റെയും അനുഭവത്തിന്റെയും അപാരതയിലേക്ക് നയിക്കുന്ന വായന എന്ന ശീലം എല്ലാവരിലേക്കും പടർത്തുക എന്ന വലിയ ഉദ്ദേശമാണ് വായനാദിനം ആചരിക്കുന്നതിലൂടെ നാം മുന്നോട്ട് വയ്ക്കുന്നത്. മാറിയ കാലത്തിന്റെ നവഭ്രമങ്ങളുടെ പുറകെ തലമുറകൾ പായുമ്പോഴും പഴയ ശീലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വർഷവും വായനാദിനം കടന്നുവരുമ്പോൾ വായനയെ ഇന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ചിലർ ശ്രദ്ധയിൽ അവർക്ക് പറയാനുള്ളത് പങ്കുവെക്കുകയാണ്. ആദ്യം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്റെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ റഫീഖ് അഹമ്മദ്. ഇന്ന് വായനാ ദിനമാണ്. എല്ലാ വർഷവും വായനാ ദിനം ഉണ്ടാവാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. സ്ഥിരമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. പക്ഷെ ആരും വായിക്കാറൊന്നുമില്ല, അത് വേറെ കാര്യം. നിങ്ങളിൽ പലരും പിരമിഡുകൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവാം, താജ്മഹൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ലോകത്തിലെ പല അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും അത് കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഡോസ്റ്റോയ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലേ മിറാബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാർക്കേസിനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? വൈലോപ്പള്ളിയെ വായിച്ചിട്ടുണ്ടോ? ജി ശങ്കരക്കുറുപ്പിനെ വായിച്ചിട്ടുണ്ടോ? MT വായിച്ചിട്ടുണ്ടോ? വിജയനെ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ, മഹാസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരുപക്ഷെ ഇന്ന് നിലവിലില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും മനുഷ്യരിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. വായനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ മാത്രമേ, ചുരുങ്ങിയ ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ അത്ര അധികമൊന്നും ചിലവില്ലാതെ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകാൻ, ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഏക മാർഗം വായനയാണ്. അതുകൊണ്ട് വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ഒന്നുകൂടി അത് തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് ഈ വായനാ ദിനത്തെ കാണുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. മലയാളികളുടെ വായനാ സംസ്കാരത്തിൽ സംഭവിക്കുന്ന പരിണാമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് സീനിയർ ലൈബ്രറിയൻ ഡോക്ടർ റോണി സെബാസ്റ്റ്യൻ. നല്ല ഒരു പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. പണ്ട് തൊട്ടടുത്ത ലൈബ്രറി ആയിരുന്നു പഴയ തലമുറയുടെ ആളുകളുടെ വായനാവേദി. അവിടെയുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാല ലോകത്തേക്ക് കടന്നു കയറിയിരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറയുകയും വായനയുടെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ലൈബ്രറിയിൽ നിന്നും അകന്നു തുടങ്ങിയവർ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി വായനയുടെ ചെറിയ ലോകം രൂപപ്പെടുത്തി തുടങ്ങി. പുതിയ തലമുറ വായനയിൽ അല്പം പിറകിലാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ചു തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്. മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല എന്ന വലിയൊരു പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷിനെ ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നമ്മളെല്ലാവരും കേട്ട, സ്ഥിരമായി കേൾക്കുന്ന ഒരു കൊച്ചു കവിത. എല്ലാ അർത്ഥത്തിലും വായനയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ആ കവിത ഈ സാഹചര്യത്തിൽ വളരെ പ്രശസ്തമാണ്. ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്ന വായന നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്താൻ വായനയ്ക്ക് കഴിയും. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന ശീലമാക്കാൻ ഇന്ന് തന്നെ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. ജോലി തിരക്കുകൾക്കിടയിലും പുസ്തകങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന കൊയിലാണ്ടി പുളിയഞ്ചേരി സ്വദേശിനിയും കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസ് ജീവനക്കാരിയുമായ സബിത ബി തന്റെ വായനാ ലോകത്തെക്കുറിച്ച്. വായന ലഹരി പിടിക്കും വായന, ഞാനതിൽ മുഴുകട്ടെ എന്ന് കവിയും വാഗ്മിയുമായ
ശ്രീ കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞത് ഓർത്തുകൊണ്ട് പറയട്ടെ. വായന എനിക്ക് ഒരുതരം ലഹരി തന്നെയാണ്. പലപ്പോഴും വായന എന്നത് ഒരുതരം ധ്യാനമാണ്. എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ, എ ഹീലിംഗ് പ്രോസസ്. ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിനെല്ലാം ഇപ്പോഴും സമയം കണ്ടെത്തുന്നു. വായന എന്നെ ദിനേന പുതുക്കി പണിയുന്നു. പലപ്പോഴും ലേണിംഗ് മാത്രമല്ല, അൺലേണിംഗ് ചെയ്യാനും വായന എന്നെ സഹായിക്കുന്നു. ഫിക്ഷൻസും നോൺ ഫിക്ഷൻസും തന്നെയാണ് അധികവും വായിക്കാറ്. റെയിൽവേ സ്റ്റേഷനിലിരുന്നും ട്രെയിനിലിരുന്നും ഓഫീസിൽ ലഞ്ച് ബ്രേക്ക് ടൈമിലും ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ സാഗൂതം ഞാൻ കേട്ടിരിക്കാറുമുണ്ട്. വായനയെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. പുതിയ തലമുറയിലെ കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. പുതിയ കുട്ടികൾ ഈ റീഡിംഗ് നന്നായി ചെയ്യുന്നു കണ്ടിട്ടുണ്ട്. വായന ഏത് തരത്തിലാണെങ്കിലും വായന തന്നെയാണ്. ഞാൻ ഈ റീഡിംഗ് അങ്ങനെ ചെയ്യാറില്ല. പുസ്തകങ്ങളെ തൊട്ടും തലോടിയും പലപ്പോഴും നെഞ്ചോട് ചേർത്തും വായിക്കാനാണ് ഇഷ്ടം. വായന എന്നത് മാനവികതയും അനുകമ്പയും നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കുട്ടികളുടെ വായനയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കണമെന്ന് പരിചയമുള്ള അധ്യാപകരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഭ്യർത്ഥിക്കാറുണ്ട്. വായനയ്ക്ക് സമയമില്ല എന്ന് പറയുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ടാഗോറിന്റെ ഈ വരികളാണ്. ചിത്രശലഭങ്ങൾക്ക് എണ്ണാൻ മാസങ്ങളില്ല, നിമിഷങ്ങളേയുള്ളൂ. എന്നിട്ടും അവയ്ക്ക് വേണ്ടുവോളം സമയമുണ്ടല്ലോ. അതേപോലെ ഈ അടുത്ത് ഒരുപാട് വായിക്കപ്പെട്ട ശ്രീമതി ആർ രാജശ്രീയുടെ ആത്രേയം എന്ന നോവലിൽ പറയുന്നുണ്ട്, മനുഷ്യരുടെ പക്കൽ സമയമാണ് തീരെയില്ലാത്തത്. വെറുതെ ജീവിക്കുകയല്ലാതെ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും. മൺമറഞ്ഞുപോയ മലയാളികളുടെ സ്വന്തം കഥാകാരൻ ശ്രീ MT വാസുദേവൻ നായരുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. നല്ല പുസ്തകങ്ങൾ കണ്ടെത്തുന്നവരെ നല്ല പുസ്തകങ്ങൾ തേടിവരും. പുസ്തകം ഒരു ജൈവവസ്തുവാണ്. IT മേഖലയിലെ ജോലി സമ്മർദ്ദങ്ങൾക്കിടയിലും പുസ്തക വായന കൂടുതൽ സജീവമാക്കുകയും ഒരു പടി കൂടി കടന്ന് സമാന മനസ്കർക്കായി ബാംഗ്ലൂരിൽ സ്വന്തമായി ഒരു പുസ്തകശാല തന്നെ ആരംഭിക്കുകയും ചെയ്ത കോഴിക്കോട് കരിമല സ്വദേശി രാഹുൽ AR പറയുന്നത് ഇങ്ങനെ: എല്ലാ വായനാ ദിനങ്ങളിലും നമ്മൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്. ഈ ഒരു നിരീക്ഷണം തന്നെ തെറ്റാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പുതുതലമുറയുടെ വായനയോടുള്ള കാഴ്ചപ്പാടുകളും അഭിരുചിയിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും വായനയിൽ കുറവ് വന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ റിലീസായ അഖിൽ പി ധർമ്മജന്റെ രാം കെയർ ഓഫ് ആനന്ദിയും നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നത് പറയുന്നത് തന്നെ യുവതലമുറ വായനയിൽ നിന്നും അകന്നിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഉദാഹരണത്തിന്, ക്രിക്കറ്റിൽ ആളുകളുടെ താല്പര്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഒരു കാലത്ത് വൺഡേയിലേക്ക് മാറി. അത് കഴിഞ്ഞ് T20യിലേക്ക് മാറി. അതുപോലെ യുവ വായനക്കാരുടെ കാഴ്ചപ്പാടുകളിലും അഭിരുചികളിലും കാലത്തിൻ്റെതായ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് കാണാനാവൂ. പിന്നെ വായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സമയമില്ല, അതുകൊണ്ട് വായന നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ദിവസം കിടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്കോ കോളേജിലേക്കോ പോകുന്ന യാത്രയിൽ അല്പസമയം മൊബൈൽ ഫോൺ മാറ്റിവെച്ചാൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു വായനക്കാരനാവാൻ സാധിക്കും. ഒരു കാലത്ത് വായനയുടെ വസന്തം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ കലാലയങ്ങളിൽ ഇന്നും സജീവമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വായനയെ ഇഷ്ടപ്പെടുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടെന്ന നല്ല വാർത്ത പങ്കുവയ്ക്കുന്നു കോട്ടയം സ്വദേശിനിയും കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് നിയമ വിദ്യാർത്ഥിനിയുമായ ഗീതു ശിവൻ. വായന എന്നത് ഒരാളുടെ ചിന്താഭംഗിക്കും ആന്തരിക വളർച്ചയ്ക്കും അത്യന്താപേക്ഷികമായ ഒന്നാണ്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ പുതുതലമുറയിൽ വായനാശീലത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നൊരു മിഥ്യാധാരണയുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പുതിയ തലമുറയ്ക്ക് വായനയുടെ രൂപങ്ങളിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നത് മാത്രമാണ് മാറ്റം. പുതുതലമുറ വായനയെ ഒരിക്കലും പൂർണ്ണമായി മറന്നിട്ടില്ല. പുസ്തകങ്ങളായും ബുക്കുകളായും നല്ല ഉള്ളടക്കം തേടി പുതിയ തലമുറയുടെ കണ്ണുകൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുസ്തകങ്ങൾ വാങ്ങാൻ പണം സ്വരുക്കൂട്ടി വയ്ക്കാനും അത് വായിക്കാനും അത് ചർച്ച ചെയ്യാനുമൊക്കെ പുതിയ തലമുറയിലെ കുട്ടികൾ താല്പര്യപ്പെടുന്നുണ്ട്. KLF, MPhil പോലെയുള്ള സാഹിത്യോത്സവങ്ങളിൽ പുതുതലമുറയുടെ സാന്നിധ്യം അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. എവിടേക്കിറങ്ങിയാലും കയ്യിൽ ഒരു പുസ്തകമെങ്കിലും കരുതുന്ന, എത്ര തിരക്കുകൾക്കിടയിലും അത് വായിക്കാൻ സമയം കണ്ടെത്തുന്ന, പുസ്തകങ്ങളെ ജീവവായു പോലെ കാണുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റിനുമുണ്ട്. MTയുടെ ഭീമനെയും ഖസാക്കിലെ രവിയെയും മയ്യഴിയുടെ ദാസനെയും പുനയൂർക്കുളത്തിലെ മാധവിക്കുട്ടിയെയും ഒന്നും അറിയാത്ത ഒരു ജനതയല്ല നമ്മുടേത്. വായനയോടുള്ള സമീപനം, സ്നേഹം അത് മാറ്റമില്ലാതെ തുടരുക തന്നെയാണ്. ഏതു തിരക്കിനിടയിലും വീണുകിട്ടുന്ന നിമിഷങ്ങളിൽ പുസ്തകത്താളുകളിലേക്ക് തിരിച്ചെത്തുന്ന മനുഷ്യൻ ഈ ലോകത്തെ ഭാവനാ മനോഹരവും സമാധാനപൂർണവും ആക്കും. ഈ വായനാദിനം ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള
പുതിയൊരു ചുവടുവയ്പായി മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏവർക്കും വായനാദിന ആശംസകൾ. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.